വീട്ടിലൊന്നല്ല കഴിച്ചിട്ടാണ്, റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രമോഷൻ അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ പ്രമോഷൻ അത് ഡാൻസ് കളിച്ച് പാടും. റൂമിലിരുന്ന് മദ്യപിച്ചായിരുന്നു. ആ റൂമിലേക്ക് കൊണ്ടുതന്നു. ഞാൻ കഴിച്ചു. എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, കഴിച്ചു. പിന്നെ ഞാൻ കള്ളു കുടിച്ച് ഡാൻസും കളിച്ചിട്ടില്ല, പാട്ടും പാടിയിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ കള്ളു കുടിച്ചിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നത് ശരീരത്തിന് നല്ലതല്ല. പക്ഷെ റൂമിലിരുന്ന് സ്വസ്ഥവും സമാധാനമായിട്ടിരുന്ന് കള്ളു കുടിക്കുക, അത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം എന്നാണ് രേണുസുതി പറയുന്നത്. രേണുസുതിയുടെ തിരുവചനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ രേണുസുതിനെ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് കേട്ടു വെച്ചോണം കേട്ടോ. കാരണം നാളെ ഇനി ഒരു മദ്യഷാപ്പോ അല്ലെങ്കിൽ ഒരു ബാറോ നമ്മുടെ നാട്ടിൽ വന്നാൽ പിന്നെ സമരമായിട്ട് ഇറങ്ങരുത്. ഇതൊക്കെ മാതൃകയാക്കാനായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അനുവാദം കിട്ടിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് പേര് വന്നിട്ട് പറയുന്നുണ്ട് അതങ്ങ് ദുബായിലല്ലേ, കേരളത്തിലല്ലല്ലോ എന്ന്. കേരളത്തിലല്ലെങ്കിൽ എവിടെയാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാൾ പോയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ അതിന്റെ പ്രതിനിധികൾ തന്നെയാണെന്നാണ് നാം അതിന്റെ പ്രതിനിധികൾ തന്നെ ആവുമല്ലോ. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രേണുസുതിയുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ രീതികളും പുതിയ പുതിയ ആശയങ്ങളും പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന മാതൃകാപരമായ കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. ഒക്കെ ഫോളോ ചെയ്യുക.